ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരുലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു കാർ കളക്ഷൻ വീഡിയോ ആണ് ഗൈസ്. നമ്മൾ അത്ര വലിയ വണ്ടിയൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു കാർ കളക്ഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടി എന്ന് പറയുവാണെങ്കിൽ തപ്പടി ഫ്രീ കാർ ഇല്ലയോ, ആ ഫ്രീ കാർ ഞാൻ കാണിച്ചു വെച്ചേക്കുന്ന വെറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്ലിച്ച് കാറൊന്നുമില്ല കേട്ടോ, GG ഒന്നുമല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരണം നമുക്ക് ഫ്രീ കാർ ഇല്ലയോ ഗൈസ്, എന്തുകൊണ്ടെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുവാണ്, ഒന്നും തോന്നില്ല ഹിഹി. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ കാർ ചെയ്തേക്കുന്നത്. വലിയ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ടയർ ഫ്രണ്ടിലത്തെ ടയർ ചെറുതാക്കിയിട്ട് പുറകിലത്തെ ടയർ വലുതാക്കി, രണ്ട് അലോയും നല്ല വ്യത്യാസമുണ്ട്. അടുത്ത കാർ വരുന്നത് നമ്മുടെ ഈ വിൻറ്റേജ് വണ്ടിയാണ്. ഇതിൻ്റെ ഞാൻ അങ്ങനെയൊക്കെ ഫ്രണ്ടിലത്തെ ടയർ വലുതാക്കി വേറൊരു അലോയി ഇട്ട്, ബാക്കിലത്തെ ടയർ ചെറുതാക്കി വേറൊരു അലോയി ഇട്ട്. അങ്ങനെയാണ് ഇല്ല, അലോയൊക്കെ രണ്ട് സെയിം ആണെന്ന് തോന്നുന്നു ഗൈസ്. കണ്ടിട്ട് ആണ് ഗൈസ്, രണ്ടിൻ്റെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല. ഒരു ബ്ലൂ കളർ കൊടുത്ത് പുറകിലൊരു സ്പോയിലർ വെച്ച് ഒരു വെള്ള അതൊക്കെ അടിച്ച്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ വിൻറ്റേജ്, അതിനകത്ത് വിൻറ്റേജ് സീരീസ് ഇല്ല മറ്റേ വണ്ടിയുടെ യൂട്യൂബിൽ, അതിൻ്റെ അതിനകത്തുനിന്ന് നമ്മളെടുത്ത ആ വണ്ടിയാണ് ഗൈസ് ഇത്. ആ വണ്ടിക്ക് നമ്മൾ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ ഈ കാണുന്നതൊക്കെ തന്നെ റൂഫ് ബോക്സ് കയറ്റി, പിന്നെ ഗിത്ത് വൈറ്റിന് പുറയിലടിച്ച്, പിന്നെ ഫ്രണ്ടിൽ രണ്ട് സ്ട്രോബ് ലൈറ്റ് വെച്ച്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ താരയിറക്കലാണ്. ഇവിടെ താരയിറക്കിട്ട് വലിയ പണിയും ചെയ്തിട്ടില്ല. ഗിത്തും അടിച്ച് ഫ്രണ്ടി വേറെ നല്ല അലോയി പോലും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. അലോയി ഇനി നല്ല ഇടണം. പിന്നെ വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നു. അതേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടിയുടെ പേരെന്താ, ഡോർജ് ചാർജറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബോഡി കിറ്റ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത ബോഡി കിറ്റാണ്. ഇതിൻ്റെ നല്ല ബോഡി കിറ്റാണ്. ഇത് നമ്മൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്തെടുത്താൽ പക്കാ ക്ലീൻ വണ്ടിയാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ BM ആണ് ഗൈസ്. ഈ ഒരു നീല BM, അത് ഞാനൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്കായിട്ട് തന്നെ കൊണ്ട് കിടക്കും. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഫ്രീ കാറാണ്. ഇതും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ കൊണ്ട് കിടക്കുമെന്ന് മാത്രം. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സുപ്രയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സുപ്ര നല്ലൊരു അലോയി കയറ്റി ഓറഞ്ച് അടിച്ച്, പിന്നെ ബാക്കിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് വരുത്തി. പിന്നെ അത്ര വലിയ ഇതൊന്നും ഇല്ല. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സിവിക്കാണ്, നമ്മുടെ ഗോജോ എഡിഷൻ സിവിക്ക്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളിപ്പം വല്ലവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നല്ലതായിട്ട് ചെയ്തു തരും. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് ഒരുമാതിരി ഇരിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സട്ടൂറോ ഗോജോ വണ്ടി. എൻ്റെ മെയിൻലി ഇപ്പോൾ അതിനകത്ത് ഇച്ചിരിയെങ്കിലും ഫേവറേറ്റ് ഇതാണ്. കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് വർക്കൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ഞാനിതുവരെ വലുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഈ കാണിച്ചിട്ട് പോലും ഇല്ല ഈ വണ്ടി. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ BM ആണ്. നമ്മുടെ BMW X7 ആണെന്ന് തോന്നുന്നു കേട്ടോ. X7 ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ നവാൻ വൈറ്റിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാനാണെങ്കിൽ ചുമ്മാ നവാൻ വൈറ്റിയുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്ത് ഇട്ടൊരു വണ്ടിയാണ്. നമ്മൾ എടുത്തിട്ടല്ല, നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് ഗസ് ഈ വണ്ടി. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ LC ആണ്. LC എനിക്കൊരു കൂട്ടുകാരൻ തന്നെയാണ്, MK ബോയ് എന്നാണ് പേര്. ആ BMW എനിക്ക് കാട്ടാക്കട എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. ടയർ സൈസൊക്കെ വലുതാണ് ഗൈസ്, എന്നിട്ടും ടയർ ചെറുതാണ്. കാട്ടാക്കട എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് നമ്മുടെ BM. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്കാണ് ഗൈസ്, ട്രക്ക്. ഇതാണ് നമ്മുടെ LCയുടെ ഫുൾ കണ്ടീഷൻ. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ട്രക്കാണ്. അപ്പോൾ ട്രക്ക് നമ്മൾ എല്ലാം ബിഗ് കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കുന്ന ട്രക്കാണ്. വലിയ ഇതൊന്നും ഇല്ല, 4 ലെവലാകുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഫ്രണ്ടിൽ 4 സ്ട്രോബ് ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് വിൻഡോയാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബസൂക്കയുടെ ബസ്സാണ് കേട്ടോ. ബസൂക്കയുടെ ലോബ്സ്റ്റർ ബസ്സാണ്, അതെൻ്റെ ബസ്സാണ്. ഇത് ബസൂക്കയിലകത്ത് എൻ്റെ ബസ്സാണ്. പിന്നെ ബസൂക്കയുടെ അഡ്മിൻ ഞാനല്ല, അതുകൊണ്ട് എന്നോട് ആരും കയറ്റുമെന്ന് ചോദിക്കണ്ട. ബസൂക്കയുടെ അഡ്മിൻ BZ ടർബോ ജോസ് വൈറ്റിയാണ്. ഇപ്പം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി, കയറ്റുമെങ്കിൽ കയറ്റും, അത്രയേ ഉള്ളൂ. ബസ് വേണമെങ്കിൽ മെയിൻലി എത്ര വരാനുള്ളൂ. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു മിനി വാനാണ്, മിനി ട്രക്ക് വാനെന്ന്, സോറി ഗൈസ്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ടോൾ ട്രക്ക് ഇല്ലേ, നമ്മുടെ വലിച്ചുകൊണ്ട് പോകുന്നത് ആ വണ്ടിയാണ്. വലിച്ചുകൊണ്ടല്ല, കയറ്റിക്കൊണ്ട് പോകുന്നത് ആ വണ്ടിയാണ് നമ്മുടെ അടുത്തായിട്ട് വരുന്നത്. അതിലും ഞാൻ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല, കിട്ടിയ കൂട്ട് തന്നെ വെച്ചേക്കുവാണ്. അടുത്തായിട്ട് വരുന്നത് നമ്മുടെ M4 ആണ്. M4 ഞാൻ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. അത്ര വലിയ വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ BMW ലോഗോ അടിച്ചിട്ടുണ്ട്, ഞാനല്ല ഇതിനകത്ത് വർക്ക് ചെയ്തത്, നമ്മുടെ 980 ആണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ M5 ആണ്. M5ൽ ഞാൻ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന തന്നെ നമ്മൾ സ്ട്രോബ് ലൈറ്റ് വെച്ച്, പിന്നെ കളറ് പച്ചയാക്കി, നമ്മുടെ ഇതാണ്ടൊക്കെ നവാൻ വൈറ്റിയുടെ കൂട്ടുണ്ട്.
പക്ഷേ കളർ മാത്രം വ്യത്യാസമുണ്ട്. നവാൻ വെറ്റിയുടെ M5 പോയ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ഇപ്പോൾ പുതിയ ഇതായതുകൊണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ LC ആണ് ഗായ്സ്, LC കുട്ടൻ. അപ്പോൾ നമ്മുടെ നവാൻ വെറ്റി എഡിഷൻ LC ആണ്. നവാൻ വെറ്റിയുടെ എഡിഷനാണ്. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, ആരും ചെന്ന് റിപ്പോർട്ടൊന്നും അടിച്ച് നവാൻ വെറ്റി കമൻ്റ് ഒന്നും ചെയ്യല്. നവാൻ വെറ്റിയുടെ ഫാനായതുകൊണ്ട് അത് ഇൻസ്പയർ ആയിട്ടുണ്ടാക്കിയ LC ആണ്. അത്ര വലിയ വർക്കൊന്നുമില്ല, നമ്മുടെ നവാൻ വെറ്റിയുടെ സെയിം തന്നെ. പിന്നെ അടുത്ത നമ്മുടെ ഫോർച്യൂണർ വെള്ള ആൻഡ് ബ്ലാക്ക് എഡിഷൻ ഫോർച്യൂണർ. അതും നമ്മൾ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ, ഈ കാണുന്നതൊക്കെ തന്നെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വർക്ക്. ഫോർച്യൂണറിൽ വലിയ വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ക്ലീൻ വർക്കാണ്. ഓക്കെ, നമ്മുടെ ചാർജ് തീരാറായിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന നമ്മുടെ റേഞ്ച് റോവർ സ്പോർട്സ് ആണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഈയിടയ്ക്ക് എടുത്തതേ ഉള്ളൂ. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, കാട്ടാക്കട തന്നെ തന്നെയാണ് നമ്മളെ. അപ്പം ഇത് കൊള്ളാമില്ലേ, ഒരു പേഴ്സണൽ വണ്ടിയാക്കാൻ താല്പര്യമുള്ളൊരിത് വണ്ടിയാണ്. കാരണം കിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ എഴുതിയിട്ടില്ല. അടുത്തായിട്ട് വരുന്ന ഈ പിക്കപ്പാണ്. ഈ പിക്കപ്പാണ് നമ്മുടെ ബിഗ് കൺസ്ട്രക്ഷനെ നമ്മളെ ഒരുപാട് സഹായിച്ചത്. എന്തായാലും ആദ്യമേ ഒക്കെ കുറേ സഹായിച്ച പിക്കപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ട്രക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതിന് പിക്കപ്പിന് ചെറിയ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഇതിനൊക്കെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാർ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അത്ര വലിയ കാർ കളക്ഷനും കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ. മെയിൻലി നമ്മുടെ ഫേവറേറ്റ്സിനകത്ത് നോക്കിയാലും നമ്മൾ കുറച്ച് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഗൈസ്, വേറെ പ്രത്യേകിച്ച് വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻലി ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ട വണ്ടി ഇതിനകത്ത്, പക്ഷേ ഞാൻ എടുക്കത്തില്ല. അപ്പോൾ ഗൈസ് ബൈ.